സോഷ്യൽ മീഡിയയെ പിടിച്ചുകുലുക്കിയ ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നേരെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട ഡിജിറ്റൽ അടിച്ചമർത്തൽ നടപടികൾക്കെതിരെ ശക്തമായ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത്. പാറ്റകളെന്ന യുവതലമുറയെ ആക്ഷേപിച്ചവർക്കെതിരെയുള്ള ഈ കൂട്ടായ്മ വെറും ഒരു തമാശയല്ലെന്നും രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്കും ചൂഷണത്തിനുമെതിരെയുള്ള യുവജനങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു സാധാരണ സോഷ്യൽ മീഡിയ കൂട്ടായ്മയെ പോലും ബി.ജെ.പി. സർക്കാർ ഇത്രയധികം ഭയപ്പെടുന്നത് എന്തിനാണെന്നും അദ്ദേഹം തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു. രാജ്യത്തെ പ്രധാന ഭരണകക്ഷിയായ ബി.ജെ.പിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണത്തെ പോലും പിന്നിലാക്കി കുതിച്ച സി.ജെ.പിയുടെ എക്സ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും വെബ്സൈറ്റുകളും കേന്ദ്ര ഐ.ടി. മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ മരവിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഈ രാഷ്ട്രീയ പോര് മുറുകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ ഇന്റർനെറ്റ് ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം നടത്തുന്ന 30-കാരനായ അഭിജിത്ത് ദീപ്കെ സ്ഥാപിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഡിജിറ്റൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ്. പൂർണ്ണമായും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ ആക്ഷേപഹാസ്യ കൂട്ടായ്മ വൈഫൈ എവിടെയുണ്ടോ അവിടെയാണ് ഞങ്ങളുടെ ആസ്ഥാനമെന്ന രസകരമായ പ്രഖ്യാപനത്തോടെയാണ് സജീവമായിരിക്കുന്നത്. മടിയന്മാർക്കും തൊഴിലില്ലാത്തവർക്കും എപ്പോഴും ശരി മാത്രം ചിന്തിക്കുന്നവർക്കുമായുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന സി.ജെ.പി. കേവലം ട്രോളുകളിൽ ഒതുങ്ങാതെ കൃത്യമായ ചില ഡിമാൻഡുകളും തങ്ങളുടെ മാനിഫെസ്റ്റോയിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭാ സീറ്റുകൾ നൽകുന്നത് നിരോധിക്കുക, പാർട്ടി മാറുന്ന എം.എൽ.എമാർക്കും എം.പിമാർക്കും 20 വർഷത്തെ തിരഞ്ഞെടുപ്പ് വിലക്ക് ഏർപ്പെടുത്തുക, പാർലമെന്റിലും ക്യാബിനറ്റിലും സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തുക, കൂടാതെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുക തുടങ്ങിയവയാണ് ഈ സാറ്ററിക്കൽ പാർട്ടിയുടെ പ്രധാന ആവശ്യങ്ങൾ. സി.ജെ.പി. സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായതോടെ അതിന്റെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെയ്ക്ക് മുൻപ് ആം ആദ്മി പാർട്ടിയുമായി ഉണ്ടായിരുന്ന ബന്ധം മുൻനിർത്തി ഇതൊരു കോവർട്ട് പൊളിറ്റിക്കൽ പ്രൊജക്ട് ആണെന്ന ആരോപണം ശക്തമായി. ഇതിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്ത് മുൻ IAS ഉദ്യോഗസ്ഥൻ ആശിഷ് ജോഷി കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചെങ്കിലും താൻ AAP ബന്ധം ഒളിച്ചു വെച്ചിട്ടില്ലെന്നും ഇത് തികച്ചും സ്വതന്ത്രമായ ഒരു സിറ്റിസൺസ് മൂവ്മെന്റ് ആണെന്നും അഭിജിത്ത് വ്യക്തമാക്കുന്നു. ഭരണകൂടത്തിന്റെ സഹിഷ്ണുതയില്ലായ്മയാണ് അക്കൗണ്ടുകൾ പൂട്ടിച്ചതിന് പിന്നിലെന്ന് ആരോപിക്കുന്ന സി.ജെ.പിക്ക് മഹുവ മൊയ്ത്രേ, പ്രശാന്ത് ഭൂഷൺ എന്നിവരിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ യുവാക്കൾക്കിടയിലുള്ള അമർഷമാണ് ഈ കൂട്ടായ്മയുടെ വിജയത്തിന് കാരണം. മെയ് 15-ന് സുപ്രീം കോടതിയിൽ ഒരു കേസ് പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെയും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെയും കൂറകളോടും പരാന്നഭോജികളോടും ഉപമിച്ചെന്ന വാർത്തയാണ് ഈ പ്രസ്ഥാനത്തിന് തിരികൊളുത്തിയത്. തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും വ്യാജ ബിരുദക്കാരെയാണ് താൻ ഉദ്ദേശിച്ചതെന്നും ചീഫ് ജസ്റ്റിസ് പിന്നീട് വ്യക്തമാക്കിയെങ്കിലും അതിനോടകം തന്നെ ഈ പരാമർശത്തിൽ നിഷേധിച്ച് അഭിജിത്ത് ദീപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആക്ഷേപഹാസ്യ കൂട്ടായ്മ രൂപീകരിക്കുകയായിരുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന ഇത്തരം നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. ആരംഭിച്ച വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ സി.ജെ.പി. ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം ഡിജിറ്റൽ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ പിന്നിലാക്കി. ബി.ജെ.പിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് 9 മില്യണോളം ഫോളോവേഴ്സ് ഉള്ളപ്പോൾ സി.ജെ.പിയുടെ പേജ് 22 മില്യണിലധികം ഫോളോവേഴ്സിനെയാണ് സ്വന്തമാക്കിയത്. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ 10 ലക്ഷത്തിലധികം ആളുകൾ ഇവരുടെ ഡിജിറ്റൽ മെമ്പർഷിപ്പ് എടുത്തു. കൂടാതെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ഇവരുടെ ഓൺലൈൻ നിവേദനത്തിൽ 6 ലക്ഷത്തിലധികം പേർ ഒപ്പുവെക്കുകയും ചെയ്തു. ഈ അസാധാരണമായ വളർച്ചയ്ക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിയമപരമായ ആവശ്യപ്രകാരം സി.ജെ.പിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ ഇന്ത്യയിൽ മരവിപ്പിച്ചത്. തൊട്ടു പിന്നാലെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജുകളും സ്ഥാപകൻ അഭിജിത്തിന്റെ പേഴ്സണൽ അക്കൗണ്ടുകളും വെബ്സൈറ്റുകളും ബ്ലോക്ക് ചെയ്യപ്പെടുകയോ ഹാക്ക് ചെയ്യപ്പെടുകയോ ഉണ്ടായി. എന്നാൽ ഇതിനെ മറികടക്കാൻ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ പുതിയ അക്കൗണ്ടുകൾ ആരംഭിച്ച് സി.ജെ.പി. തങ്ങളുടെ ഡിജിറ്റൽ സമരം തുടരുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മരവിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ ശക്തമായ ഭാഷയിലാണ് LDF നേതാവ് പിണറായി വിജയൻ അപലപിച്ചത്. ഈ യുവജന കൂട്ടായ്മയുടെ എക്സ് അക്കൗണ്ട് പൂട്ടിച്ച കേന്ദ്ര നീക്കം ജനാധിപത്യ പ്രതിഷേധങ്ങളോടുള്ള അസഹിഷ്ണുതയാണെന്നും ഇതൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നു വരുമോ എന്ന ആശങ്കയാണ് ബി.ജെ.പിയെ ഇതിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. ബി.ജെ.പിയുടെ ഔദ്യോഗിക പ്രചാരണ സംവിധാനങ്ങളെക്കാൾ ജനശ്രദ്ധയും സ്വീകാര്യതയും ഈ പ്ലാറ്റ്ഫോമിൽ വളരെ വേഗം ലഭിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം
രാജ്യത്ത് തൊഴിൽ രാഹിത്യവും അവഗണനയും അനുഭവിക്കുന്ന യുവജനങ്ങൾ ഈ പ്രതിഷേധത്തിൽ ആകൃഷ്ടരായത് നിലവിലുള്ള സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളോടുള്ള കടുത്ത അസന്തുഷ്ടിത പ്രതിഫലനമാണെന്നും കൂട്ടിച്ചേർത്തു. കൂടാതെ ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഈ നടപടിയെന്നും ഡിജിറ്റൽ ലോകത്തെ ഇത്തരം അടിച്ചമർത്തലുകൾക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം രംഗത്തു വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.